ഞാൻ ഇതുവരെ നമ്മൾ തമ്മിൽ ഇരുന്നിട്ടില്ല. ഇല്ല. ഒരുപാട് സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു. എന്തായാലും ഒരു ഡാൻസ് പ്രോഗ്രാമായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. അതെ. ഒരു വലിയ പ്രൊജക്റ്റ് ഡിസംബർ 29 അതെ. കൊച്ചിയെ പിടിച്ചു കുലുക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കട്ടെ. മൃദംഗനാദം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇവൻ്റാണ്. മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ആർട്ട് മാഗസിനാണ്. അവരുടെ ലോഞ്ചിനോട് അനുബന്ധിച്ച് അവരുടെ ഒരു വിഷനാണിത്. 12,000 നർത്തകരൊന്നിച്ച് അണിനിരക്കുന്ന ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റാണ്. അപ്പോൾ 12,000 നർത്തകർ ഒരേ സമയം ഒരു 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന് നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. 8.5 മിനിറ്റാണ്. 8.5 മിനിറ്റാണ്. അതെ. ആ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ കൈതപ്രം തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ദീപാങ്കുരൻ സാറാണ് അതിൻ്റെ സംഗീതം. അനൂപ് ജിയാണ് അത് പാടിയിരിക്കുന്നത്, അനൂപ് ശങ്കർ. ഒരേ സമയത്താണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ നിർണ്ണയിക്കുന്നത് അല്ലേ? അതെ. ഇവരുടെ വേഷവിധാനമൊക്കെ എങ്ങനെയാണ്? ഇവരുടെ വേഷവിധാനം അത് കസ്റ്റമൈസ് ചെയ്ത് കല്യാൺ സിൽക്സ് ആണ് അത് നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. മൃദംഗനാഥത്തിൻ്റെ ആ ഒരു ലോഗോ ഡിസൈനുള്ള ബ്ലൗസും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു സാരി, ഒരു നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ഒരു ബ്രൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് സാരി ലുക്കിലാണ് സ്റ്റുഡൻസ് എല്ലാവരും എത്തുന്നത്. കാരണം സിങ്ക്രണൈസ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പത്തിനും പിന്നെ എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവർക്കും മൃദംഗ വിഷൻ വഴി നമ്മൾ സാരികൾ എത്തിച്ചു കൊടുക്കുകയാണ് രജിസ്റ്റർ ചെയ്തേക്കണം എല്ലാവർക്കും. ഇതൊരു ചലഞ്ചായിരിക്കില്ലേ ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ? ഗിന്നസ് ബുക്കിലേക്കുള്ള ഒരു സെലക്ഷനിലേക്ക് വരുമ്പോൾ വലിയൊരു ചലഞ്ചായിരിക്കില്ല? അത് ചലഞ്ചാണ്. അതെ തീർച്ചയായിട്ടും. ചലഞ്ചിനെക്കാട്ടിലും നമ്മൾ അതൊരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളിപ്പോൾ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളത് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ആ വാക്ക് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ. നമ്മൾ ശ്രമിച്ചാൽ എന്തും നടക്കും. സോ നമ്മുടെ ശ്രമമാണിത്. അതിന്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. നമുക്കറിയാം. ഇവരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഗുരുക്കന്മാർ വഴിയുള്ള രജിസ്ട്രേഷനാണ്. സോ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു 25ഓളം സ്റ്റുഡൻസ് അവരുടെ കീഴിലുള്ളവർ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അവർ ഈ മാഗസിനെ വെബ്സൈറ്റ് വഴി കോൺടാക്റ്റ് ചെയ്യുകയും അവരതിലൊരു രജിസ്റ്റേർഡ് ടീച്ചർ ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം 25 എന്നുള്ളത് അവർക്ക് അതിൻ്റെ കീഴിൽ അവർ ഏറ്റെടുക്കുന്ന എത്ര സ്റ്റുഡൻസിനെയാണോ അവരെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത്. ഈ ഗുരുക്കന്മാർ വഴി മാത്രമാണ് രജിസ്ട്രേഷൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടിപ്പോൾ ഞാൻ ഇൻഡിവിജ്വലി എനിക്ക് വന്നിട്ട് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ പരമ്പര ഗുരുവിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് വന്നതാണ് ഈ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ. നല്ലതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഗുരുക്കന്മാർ വഴി തന്നെ. അപ്പോൾ ഈ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഇപ്പോൾ വീഡിയോ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ ഗുരുവാണ് മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെ നമുക്കൊരു ക്ലോസ് ടു 500-600 ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ ഈ 12,000 പേരെ മോണിറ്റർ ചെയ്യാനും പഠിപ്പിക്കാനും അഭ്യസിക്കാനും. സോ പല ഏരിയാസ് ഓഫ് ദ വേൾഡിൽ നിന്ന് ടീച്ചേഴ്സ് ആർ ട്യൂട്ടറിങ് കുട്ടികൾ. അതിൻ്റെ സെലക്ഷൻ ഒരു പ്രതിസന്ധി വരില്ല? ഇപ്പം എനിക്കൊരു 5 സ്റ്റുഡൻ്റ് ഉണ്ട്. എൻ്റെ ഒരു 5 സ്റ്റുഡൻറ്റ്, എനിക്ക് 5 സ്റ്റുഡൻറ്റും എൻ്റെ മക്കളാണ്. ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും ഒരാളെ? ഇല്ല, അവരായിട്ട് സ്റ്റുഡൻസ് ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കണം. അതാണ് സ്റ്റുഡൻസ് ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കണം. ടീച്ചേഴ്സ് സെലക്ട് ചെയ്ത് വിടുന്നതല്ല. ഇതിപ്പോൾ ടീച്ചേഴ്സ് എൻ്റെ ഇത്ര സ്റ്റുഡൻസിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വിടുന്നതല്ല. അവരുടെ ഫാമിലീസിനും താല്പര്യം ഉണ്ടാവണം. പിന്നെ നമ്മൾ 7 വയസ്സെന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഏജ് 7 തൊട്ട് എനി ഏജ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.